ടോപ്പിക് മാറി. അപ്പം നമ്മൾ ചൂസ് ചെയ്യാൻ പഠിച്ചു. ട്രാൻസ്ഫോർമൻസ് നോൺ ട്രാൻസ്ഫോർമൻസ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി നമുക്ക് വേറൊരു തരം വെക്ടറിനെ പരിചയപ്പെടാം. നമ്മളിപ്പോൾ ടൂൾസ് ഓഫ് റിക്കോമിനന്റ് DNA ടെക്നോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ടൂളായിട്ടുള്ള വെക്ടറിനെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലോൺ ചെയ്യാനായിട്ടുള്ള വെക്ടർ, വേറൊരു വ്യത്യസ്തമായ വെക്ടറിനെയാണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ പഠിച്ചത് PBR322 ആണ്. അതൊരു ഇക്കോളൈ ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തൊരു വെക്ടർ ആയിരുന്നു. അത് നമ്മൾ പ്ലാസ്മിഡുകൾ, അതായത് ബാക്ടീരിയയുടെ ഉള്ളിലുള്ള മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ഹോസ്റ്റ് സെൽസും ഇക്കോളൈ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, വേറൊരു തരം വെക്ടർ, വേറൊരു ഗ്രൂപ്പ് ഓഫ് വെക്ടർ പ്ലാന്റ്സിനും ആനിമൽസിന്റെയും സെൽസുകൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതായത് ഹോസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് പ്ലാന്റ്സോ ആനിമൽസോ ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് എങ്ങനെ ഏത് തരം വെക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ച് കേട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഓക്കെ, ചില ഡൈക്കോട്ട് പ്ലാന്റ്സ് നിങ്ങൾ പ്ലാന്റ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഡൈക്കോട്ട്ലിഡനസ് പ്ലാന്റ്സ്, മോണോകോട്ട്ലിഡൻസ് പ്ലാന്റ്സ് എന്ന്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ, ഡൈക്കോട്ട് പ്ലാന്റ്സിൽ പണ്ട് ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നു. ആ ബാക്ടീരിയയുടെ പേര്, പ്ലീസ് കൈൻഡ്ലി നോട്ട്, അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ഈ ബാക്ടീരിയ അന്ന് ഒരു പാത്തോജൻ ആയിരുന്നു. ഈ ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ ഒരു വില്ലനായിരുന്നു ഈ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. ബിക്കോസ് അവരതിൽ ക്രൗൺ ഗോൾ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് വരുത്തും. ഈ എന്താ പറയാ, ഗോൾ എന്ന വാക്കിന്റെ അർത്ഥം, ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് വിച്ച് റിസൾട്ട്സ് ഇൻ ട്യൂമർ. അതായത് ഇതൊരു മുഴ പോലെ നിൽക്കുക. പ്ലാന്റ്സും ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു തരം എന്താ മുഴച്ച് കുറെ ടിഷ്യൂസ് ഉണ്ട കുത്തി ഒരു ബ്രാഞ്ചുമ്പോൾ നിൽക്കുക. അതാണ് ഈ എന്താ ക്രൗൺ ഗോൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസീസ് വരുത്തുന്ന ബാക്ടീരിയ ആണ് ഈ അഗ്രോബാക്ടീരിയം ടൂമിഫേഷ്യൻസ്. അപ്പോൾ അവര് അന്ന് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഒരു ബാക്ടീരിയ പോലെ, അല്ലെങ്കിൽ ഒരു പാത്തോജൻ പോലെ ആക്ട് ചെയ്തിരുന്നു. ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ഈ പ്ലാന്റ്സിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഉടനടി ഗോളോ ട്യൂമറോ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ട്യൂമറിനകത്ത് നെസസറി കെമിക്കൽസ് ഉണ്ടായിരിക്കും വിച്ച് ഈസ് നീഡഡ് ഫോർ ദാറ്റ് പാത്തോജൻ. ഹോസ്റ്റിന്റെ ബോഡിയിൽ ഇവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഉടനടി ചെന്ന് ഹോസ്റ്റിന്റെ ബോഡിയിൽ ഇവർ ട്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്ലാന്റിന്റെ ടിഷ്യൂസ് എന്താ ഒരു ലിമിറ്റ് ഇല്ലാതെ പലതവണ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു മാസ് ഓഫ് സെൽസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്. ആ സെല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇവർക്ക് ഈ ബാക്ടീരിയക്ക് എന്താ നെസസറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ന്യൂട്രിയൻസ്, കെമിക്കൽസ് ഒക്കെ അവര് സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് അവരുടെ ബാക്ടീരിയയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ പ്ലാന്റിന്റെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, ഇതാണ് പണ്ടത്തെ അഗ്രോബാക്ടീരിയ ടൂമിഫേഷ്യൻസിന്റെ ഒരു കഥ. അന്ന് ആ ഒരു ട്യൂമർ ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള DNA എന്ന് പറയുന്നത് tDNA. പ്ലീസ് നോട്ട് tDNA. ഇതൊക്കെ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. അപ്പം tDNA. ഓക്കെ, വേറൊരു പേര് ഇത് കഴിഞ്ഞ് ഞാൻ പറയും, കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ പറയാം. ദ DNA റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദാറ്റ് ട്യൂമർ. ടോട്ടൽ ആ ഒരു DNA നമ്മൾ tDNA എന്നാണ് പറയാം. ദാറ്റ് ഈസ് ഇത്രയും ഭാഗങ്ങൾ ട്യൂമർ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഇവര് പ്ലാന്റിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ tDNA എത്തിക്കഴിഞ്ഞാൽ ഉടനടി അവരത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈ tDNA ക്യാരി ചെയ്യുന്ന ഒരു പ്ലാസ്മിഡ് ഉണ്ട്. ഇവർ ബാക്ടീരിയ അല്ലേ, ബാക്ടീരിയയുടെ ഉള്ളിലൊരു ബാക്ടീരിയൽ ക്രോമസോമും ഉണ്ടാവും, ഒരു പ്ലാസ്മിഡ് ഉണ്ടാവും. അതിൽ ആ പ്ലാസ്മിഡ് TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്, TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ tDNA എന്ന് പറയുന്നത്. ഈ tDNA ആണ് വില്ലൻ.
ഇവനാണ് ഹോസ്റ്റിന്റെ ബോഡിയിൽ എത്തുമ്പോൾ ഹോസ്റ്റിന്റെ ബോഡിയിൽ ട്യൂമർ ഉണ്ടാക്കുന്ന ആള്. ഓക്കെ, ഈ രണ്ടുപേരും TI പ്ലാസ്മിഡും TDN എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഓൺ എൻറ്ററിങ് ഇൻ ടു ദ പ്ലാന്റ് സെൽസ് ദേ റിലീസ് ദിസ് TDNA ഇൻ ടു ദ പ്ലാന്റ് ക്രോമസോംസ്. അതായത് വൺസ് ഇവർ ആ ഹോസ്റ്റിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ TDNA എന്ത് ചെയ്യും? ഈ TI പ്ലാസ്മിഡിൽ നിന്നും റിലീസ് ചെയ്യും. വെയിറ്റ് ചെയ്യേ, ഇപ്പൊ ശരിയാക്കാം. ഇതെന്റെ അഗ്രോബാക്ടീരിയ ട്യൂമിഫേഷ്യൻസിന് TI പ്ലാസ്മിഡ്. അതിൽ ഈ ഒരു ഭാഗം ആണ് എൻ്റെ TDNA എന്ന് പറയുന്നത്, ബാക്ടീരിയയുടെ TDNA. അപ്പോൾ ഒരു ഹോസ്റ്റ് സെൽസിലേക്ക് എൻ്റർ ചെയ്ത വശം ഈ ഒരു TDNA ഇതാണ് ട്യൂമർ ഉണ്ടാക്കുന്ന ഭാഗം. ഇവര് എന്ത് ചെയ്യുന്നു? ഇവർ മാത്രം റിലീസാവും, ഇങ്ങനെ റിലീസാവും. ബാക്കി പ്ലാസ്മിഡ്, ഇത്രയും പ്ലാസ്മിഡ് അങ്ങനെ നിൽക്കും. ആൻഡ് ഈ ഒരു ഭാഗം മാത്രമായിട്ട് അവർ ഹോസ്റ്റിന്റെ ബോഡിക്ക് റിലീസ് ചെയ്യും. ഇത് മാത്രം ചെയ്യുന്നത് ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നിട്ട് എന്താ, അവിടുത്തെ ക്രോമസോം ഉണ്ടാവുമല്ലോ. അവിടുത്തെ ക്രോമസോം എന്ന് പറയുമ്പോൾ വേറെ കളറിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അവിടുത്തെ ക്രോമസോം ഇതായിരിക്കും. ഈ ക്രോമസോമുമായിട്ട് നമ്മുടെ ഈ ഒരു TDNA ഇൻകോർപ്പറേറ്റ് ചെയ്യും, ജോയിൻ ചെയ്യും. അപ്പോൾ അവർ തമ്മിൽ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ട്യൂമർ ഉണ്ടാവും. ഇറ്റ് വിൽ ഇൻക്രീസസ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റ് സെൽസ് ബൈ ഇൻഡ്യൂസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിൻസ്. ഓക്സിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ വല്ലാതെ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഹോർമോണിന്റെ ബലമായിട്ട് ഭയങ്കരമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡിവിഷൻ ഓഫ് സെൽസുകൾ പ്ലാന്റിന്റെ ബോഡിയിൽ നടക്കും. അറ്റ് ലാസ്റ്റ് ഈ ട്യൂമർ ഉള്ളിൽ നിന്ന് അവർക്കൊരു ഒരുതരം കാർബൺ സോഴ്സ് ഓഫ് ഫുഡ് കിട്ടും. ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് എന്ത് ചെയ്തത്? ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചത്. കാർബൺ സോഴ്സ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ട്യൂമേഴ്സിൽ നിന്ന്. അങ്ങനെ അവര് ആ പ്ലാന്റിനെ കീഴ്പ്പെടുത്തും. ഇത്രയും ക്ലിയർ ആയോ? അത് പണ്ടത്തെ കഥ. പക്ഷെ ഇപ്പോ അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു യൂസ്ഫുൾ വെക്ടറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. നോ മോർ പാത്തോജൻസ് എന്നുള്ളൊരു ലെവൽ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ നമ്മളൊരു യൂസ്ഫുൾ ലെവലിലേക്ക് കൈപിടിച്ചുയർത്തി. Agrobacteria tumefaciens are now using to transport desirable genes by replacing the tDNA from TI plasmid with gene of interest. അതായത് TDNA പ്രത്യേകത എന്തായിരുന്നു? എന്തുകൊണ്ട് നമ്മൾ ഇവരെ വെക്ടറായി സെലക്ട് ചെയ്തു? ഇതൊക്കെയാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. TDNA അല്ലേ TI പ്ലാസ്മിഡിൽ ഉണ്ടായിരുന്നത്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിൽ ഉണ്ടായിരുന്നത്. ആ TDNA അല്ലേ പ്രശ്നക്കാരൻ. ആ TDNA ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ക്രോമസോമിൽ നേരിട്ട് ചെന്നിട്ട് ബൈൻഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് സയന്റിസ്റ്റ് ഇവരൊരു വെക്ടർ എന്ന ലെവലിലേക്ക് ചിന്തിച്ചത്. ഓക്കെ, അപ്പൊ അവർ ആ TDNA റീപ്ലേസ് ചെയ്താൽ പിന്നെ അവർ ട്യൂമർ ഉണ്ടാക്കില്ലല്ലോ. ട്യൂമർ അല്ലേ പ്രശ്നം. ട്യൂമർ ഉണ്ടാക്കുന്ന TDNA മാറ്റിയിട്ട് ആ TI പ്ലാസ്മിഡിൽ നമുക്ക് ഇഷ്ടമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചു കൊടുത്താൽ എന്താ ഗുണം? ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പോയിട്ട് പ്ലാന്റ് ക്രോമസോമുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിലുള്ള നല്ല നല്ല പ്ലാന്റ്സുകൾ നമുക്ക് മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു പാത്തോജൻ ആയിരുന്ന അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസിനെ ഇവര് എന്താ മോഡിഫൈ ചെയ്തിട്ട് ഒരു നല്ല ഗുഡ് വെക്ടറായിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. സപ്പോസ് ഇതാണ് നമ്മുടെ TI പ്ലാസ്മിഡ്. ഇതിൽ ഞാൻ എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കാൻ പോവാണ്. ഇതായിരുന്നു ആ ഒരു TDNA എന്ന് പറയുന്നത്. ഇവനായിരുന്നു ദോഷക്കാരൻ. അപ്പൊ അതിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു നല്ല ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും. പകരം എന്താ പറയാ, റെഡ് കളർ എടുത്തോട്ടെ. ഓക്കെ, പകരം ആ ഒരു മൊട്ട നീല DNA, ഈ ഒരു കണ്ടോ, ഈ ഒരു ട്യൂമർ DNA ഞാൻ മാറ്റി. അപ്പൊ ഇതൊരു വെക്ടറായി മാറി. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഡിസ്ആംഡ് പാത്തോജൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറയാം. ഓക്കെ, അത് വരുന്നുണ്ട് ആ വേർഡ്. The importance of this plasmid is that they deliver only tDNA and make them integrate with the
പ്ലാന്റ് ക്രോമസോം ഈസിലി. ഈ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് അവർ വെക്ടറായിട്ട് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. സിമിലർലി ഇതേ ക്യാരക്ടർ പോലെ കാണിക്കുന്ന വേറൊരു ആൾക്കാരുണ്ട്, റിട്രോ വൈറൽ DNA. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവരുടെ പ്രോപ്പർട്ടി മാറ്റിയത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് റിട്രോ വൈറൽ DNA. അവരെന്ത് ചെയ്യുന്നു? ദേ വിൽ അറ്റാക്ക് ദി ആനിമൽ സെൽസ് ആൻഡ് ദേ ഹാവ് ദ സിമിലർ എബിലിറ്റി ടു കൺവേർട്ട് നോർമൽ ആനിമൽ സെൽസ് ഇൻ ടു ട്യൂമർ സെൽസ് ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ട്യൂമർ സെൽസ്. പ്ലാന്റ്സിൽ ട്യൂമർ ഉണ്ടാക്കിയ ആൾക്കാരാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അതേപോലെ ആനിമൽ സെൽസിൽ ഇതേപോലെ ട്യൂമർ DNA ഡെലിവർ ചെയ്ത് അവരുടെ ആനിമൽ സെൽ ക്രോമസോമുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യിച്ച് അവർക്ക് ട്യൂമർ ഉണ്ടാക്കുന്ന ഒരു DNA ആണ്, അല്ലെങ്കിൽ ഒരു വൈറസ് ആണ് റിട്രോ വൈറസ്. അപ്പൊ ഈ റിട്രോ വൈറൽ DNAയുടെ ആ ട്യൂമർ കോസ് ചെയ്യുന്ന DNA മാറ്റിയിട്ട് പകരം ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ അവിടെ ഘടിപ്പിച്ചാൽ അതെന്തായി മാറും? അതും നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു വെക്ടർ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ല? അപ്പൊ പ്ലാന്റ് സെല്ലിന് വേണ്ടിയിട്ട് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, ആനിമൽ സെല്ലിന് വേണ്ടിയിട്ട് റിട്രോ വൈറൽ DNA. അപ്പോ ഈ ബോത്ത് റിട്രോ വൈറസും അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസും ഒരു കാലത്ത് പാത്തോജൻ ആയിരുന്നു. പിന്നീട് അവരെ നമ്മൾ നല്ല കുട്ടികളാക്കി മാറ്റി. ഡിസ്ആംഡ് പാത്തോജൻസ്. ഡിസ്ആംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ദോഷമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ, ഉപദ്രവമില്ലാത്ത പാത്തോജൻ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ അവരെ ഉയർത്തി. ആ ഒരു ലെവലിലേക്ക് നമ്മൾ അവരെ ഉയർത്തി. പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ പറയാ, പ്ലാന്റ് സെൽസിലെയും ആനിമൽ സെൽസിലെയും വെക്ടേഴ്സ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് എക്സാമ്പിൾസ് ആണ് എഴുതേണ്ടത്. ക്ലിയർ? ഓക്കെ.